കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ സഹോദരൻ പ്രമോദിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പ്രമോദ് ഇന്നലെ മുതലാണ് കാണാതായത്. പ്രമോദ് മുൻപ് ലോട്ടറി വിറ്റിരുന്ന തിരൂരിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഗോകുൽ കെ വേണുഗോപാൽ മറ്റു വിശദാംശങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. ഗോകുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ചേവായൂർ പോലീസാണ് പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെയായിരുന്നു ഈ പ്രമോദിന്റെ 2 സഹോദരിമാർ മരിച്ച വിവരം ഇദ്ദേഹം തന്നെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിളിച്ചറിയിച്ചത്. പിന്നീട് സുഹൃത്തുക്കളും ബന്ധുക്കളും വന്ന് നോക്കുന്ന സമയത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പ്രമോദിനെ കാണാനില്ലായിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഫറൂഖ് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് വെച്ചിട്ട് ഇയാളുടെ ഫോൺ അവസാനമായി ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നു. ആ ഭാഗങ്ങളിലുള്ള CCTV കേന്ദ്രീകരിച്ച് ഇപ്പോൾ ചേവായൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതോടെയാണ് ചേവായൂർ പോലീസ് പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഇദ്ദേഹത്തിനായിട്ട് തിരൂർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. ചേവായൂർ പോലീസിലെ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരു ടീം അംഗങ്ങൾ തിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരൂർ കേന്ദ്രീകരിച്ച് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നു. അതിനാൽ ആ ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളും ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ ചേവായൂർ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. അവരിൽ നിന്നും വിവരങ്ങൾ തേടും. ആ ഭാഗത്തേക്ക് പ്രമോദ് പോയിട്ടുണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ഭാഗത്തേക്കും ഒരു ടീമിനെ അയച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ചേവായൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ CCTVകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. പ്രധാനമായിട്ടും 3 കേന്ദ്രങ്ങളിലാണ്. ഒന്ന് തിരൂരിലേക്ക്, ഇദ്ദേഹം മുൻപ് ലോട്ടറി വിൽപ്പന നടത്തിയ സ്ഥലമാണ് തിരൂര്. ആ ഭാഗങ്ങളിൽ അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെ പല കേന്ദ്രങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ, ബസ് കേന്ദ്രങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലെ CCTVകൾ പരിശോധിച്ചു വരുന്നു. ഇദ്ദേഹം താമസിച്ചിരുന്ന ചേവായൂർ തടമ്പാട്ട് താഴത്തെ റെസിഡൻസ് ഏരിയയിലെ വിവിധ വീടുകളിലുള്ള CCTVകളും ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.